സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഖിറാഅത്ത് ഓതി തന്നിരുന്നത് നാദിൽ പി ആണ്. അപ്പോൾ ഓക്കെ, ഖിറാഅത്ത് ഓതിയ ആളെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. നാദിൽ പി. നാദിൽ 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 അറിയ മണ്ട് 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 മണ്ട്. ഞാൻ വിളിക്കാം. എല്ലാവരും ഒന്ന് എത്തിക്കോ. ഞാൻ വിളിക്കട്ടെ. അപ്പം അടുത്തതായിട്ടൊരു ഗാനം നാദിലിനെ വിളിക്കും. ഒരു പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് നാദിലിനെ. السلام عليكم ورحمة الله. هل لك سر عند الله بينك أنت وبين الله؟ هل لك صدقات تخفى لا يعلمها إلا الله؟ هل لك سر عند الله بينك أنت وبين الله؟ هل لك صدقات تخفى لا يعلمها إلا الله؟ قصص لا تكشف إلا بكتابك حين ترى الله. ما أحراك بهذا أن يكبر قدرك عند الله. قصص لا تكشف إلا بكتابك حين ترى الله. ما أحراك بهذا أن يكبر قدرك عند الله. شكرا. അപ്പം ഡോക്ടർ അനീസ് സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാർ റിവ്യൂ പറയാൻ പറയും. രണ്ടാൾക്കാർ അനക്ക് ആ ക്ലാസ്സിൽ നിന്ന് എന്താണോ അനക്ക് സാറിനെ കുറിച്ചിട്ട് പറയാം, അനക്ക് ആ ക്ലാസ്സിൽ നിന്ന് എന്താണോ മനസ്സിലായത് അതൊക്കെ പറയാം. ഞാൻ റാൻഡമായിട്ട് വിളിക്കട്ടെ? ഒരു ബോയും പറയണം, ഒരു ഗേളും പറയണം. അതിന്റെ പേരെന്താ? ഞാൻ വിളിക്കട്ടെ? അവർക്ക് താല്പര്യം ഉണ്ടോ നമുക്കറിയില്ലല്ലോ. മിസ്ല മുജീബ്. വാ രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് മിസ്ല മുജീബിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. കൈയടിക്ക്. സാറിന്റെ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ നെജിയാനെ വിളിക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ വിളിക്കും. അസ്സലാമു അലൈക്കും. സാർ എടുത്ത് ഭയങ്കര നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല മോട്ടിവേറ്റ് ആകാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ പാരൻസിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു.
ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇനി ബോയ്സ് എന്ന ഒരാളും കൂടെ വേണം. കൈയടിക്ക് കൈയടിക്ക്. എനിക്ക് മാഷിൻ്റെ ക്ലാസ് നല്ല ഇഷ്ടമായിരുന്നു. ആ കണ്ണ് പൂട്ടിയിട്ട് ബ്രീത്ത് ചെയ്തതൊക്കെ നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പാട്ട് കേട്ട് നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത ക്ലാസ് വിളിച്ചു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടി പോണത് മൂന്നാമത്തെ സെഷനാണ്. നമുക്ക് എപ്പോഴും കരിയറിനെ കുറിച്ചിട്ട് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവലുണ്ട് അല്ലേ? ഞാൻ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഞാൻ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ നമ്മളിൽ പല ആൾക്കാരും എപ്പോഴും ചിന്തിക്കുന്നതാണ്. എപ്പോഴും ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സ് ആൻഡ് വൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അജ്മൽ സാറാണ് ഇനി നമുക്ക് കരിയർ സ്വപ്നവും യാഥാർത്ഥ്യവും എന്ന ടോപ്പിക്കിൽ നമ്മോടൊപ്പം സംവദിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ അജ്മൽ സാറിനെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കും. എല്ലാവരും ഒന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിക്കേ. 1 സ്റ്റെപ്പ് ഫോർവേഡ്. ജൽദി 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 ജൽദി. ഇതൊക്കെ ഫില്ല് ചെയ്യണം, ഒറ്റ ഫില്ല് ചെയ്യണം. ഇങ്ങോട്ട് 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 കയറി പറഞ്ഞേക്ക്. ഡയലോഗ് പിന്നെ ജൽദി 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 പയ്യ. വാ 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 കയറി 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 അങ്ങോട്ട് ശരി, മുന്നോട്ടോ. അത് അവിടെ ഫില്ല് ചെയ്യ്. നേരെ ഇരിക്കണം, ശരിക്കും എന്താ നിങ്ങളൊരു പരിപാടിക്ക് വന്നതല്ല, മോശമായിട്ടോ അങ്ങനെയൊക്കെ. ആ സെറ്റപ്പിലിരിക്കേ. ആ ബാക്കിലുള്ള ഫുൾ ടീം അതാ ഇങ്ങോട്ടോ. വാ 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 വാ. ആ നേരെ ഇങ്ങോട്ട്. സൂപ്പറാ. ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്താൽ വലിയ സന്തോഷം. എന്ത് ചെയ്യാ, അങ്ങോട്ട് കയറടാ. ഫില്ല് ചെയ്യ്. അങ്ങോട്ട് വാ. വാ ഇത് ഫില്ല് ചെയ്യ് പെട്ടെന്ന്. ആകെ 4 കസേരയുള്ളൂ. ഇവിടെ ഇരിക്കും. ആ എല്ലാവരും ബോയ്സിന് ക്ലാപ്പ് കൊടുക്കുക. ബോയ്സ് സൂപ്പറാ. എന്നാ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? നോക്കല്ലേ, സൈലൻസ് അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പേര് അജ്മൽ. ഇവിടെ അടുത്ത് കോട്ടക്കൽ എടരിക്കോടാണ് വീട്. ഓക്കെ, ബേസിക്കലി ഒരു എൻജിനീയറാണ്. പിന്നെ തുടങ്ങല്ലേ, നമ്മൾ കരിയർ ഗൈഡൻസ് ആണ് പറഞ്ഞത് എന്നോട്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളുകളും 10ാം ക്ലാസ്സിന് താഴെയുള്ള ഹൈസ്കൂളിൽ പഠിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഹൈസ്കൂളിൽ UP-യിലുള്ള ആരെങ്കിലും ഉണ്ടോ? UP ക്ലാസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഹൈസ്കൂളിലെ ആളുകളുണ്ട്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഇപ്പോൾ 10 കഴിഞ്ഞ് +1 +2 പോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ. +1 ആയി. ഡിഗ്രിക്കാരുണ്ടോ? ഡിഗ്രിക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടി എങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് എടുക്കാമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ തുടങ്ങല്ലേ? എന്നാലേ നമുക്കൊരു അധിക സമയമൊന്നും ഞാൻ എടുക്കൂല. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു മാസം മുമ്പ് ഏകദേശം സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടു. എൻ്റെ സുഹൃത്ത് അദ്ദേഹം അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ആവശ്യാർത്ഥം പോയതായിരുന്നു. ഓക്കെ, അങ്ങനെ US പോയ അദ്ദേഹം അവിടെ തിരിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ടാക്സി വിളിച്ചതാണ്. എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ടാക്സി വിളിച്ചതാണ്. ടാക്സി വന്നപ്പോൾ ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ ടാക്സിയിൽ ആരുമില്ല. എന്താ ടാക്സിയിൽ ആരുമില്ലാത്ത? ടാക്സിയിൽ സാധാരണ ആരാ ഉണ്ടാവുക? ഡ്രൈവർ ഉണ്ടാവും അല്ലേ? എന്നാൽ ടാക്സിയിൽ ഡ്രൈവർ ഇല്ല. ഡ്രൈവർ ഇല്ലാതെ ടാക്സി ഓടോ? ഇല്ല. പിന്നെ എങ്ങനെ വന്നത്? റോബോട്ടും ഇല്ല. ഡ്രൈവർലെസ് കാറാണ്, ഡ്രൈവർ ഇല്ലാത്ത കാറാണ്. അപ്പോൾ കാറിങ്ങനെ അദ്ദേഹം ആ കാറിൽ കയറി വീഡിയോ അങ്ങനെ എടുത്തു. ട്രാഫിക് സിഗ്നൽ റെഡൊക്കെ വരുമ്പോൾ കാറിങ്ങനെ മെല്ലെ സ്റ്റോപ്പാവും. എതിരൊരു വണ്ടി വരുമ്പോൾ മെല്ലെ സ്റ്റോപ്പായിട്ട് തിരിഞ്ഞു പോകും. സിഗ്നലിനനുസരിച്ച് മാറിയും തിരിഞ്ഞൊക്കെ പോയിട്ട് പുള്ളി എയർപോർട്ടിലെത്തി. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നമ്മുടെ നാട്ടിൽ വരുമോ? ഇല്ലേ? എന്താ വരാത്ത? ഒക്കെ വരും. മേ ബി 2-3 വർഷം കൂടിയൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലും ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരും. എൻ്റെ ചോദ്യം, ഞാൻ വലിയ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്കൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നോക്കാം. ഡ്രൈവർ ഇല്ലാത്ത കാറ് വന്നാൽ ആർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുക? ആർക്കാണ്? ഡ്രൈവേഴ്സിന് ജോലി നഷ്ടപ്പെടും. ഓക്കെ, അത് വളരെ സിമ്പിൾ ചോദ്യമായി പോയി അല്ലേ? അടുത്ത ലെവലിൽ വേറെ ആർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുക? ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വന്നാൽ വേറെ ആർക്കാ ജോലി നഷ്ടപ്പെടുക? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യട്ടെ. വേറെ ആർക്കാ ജോലി നഷ്ടപ്പെടുക? മഴ പെയ്യണ്ട് അല്ലേ? ചെറുതായിട്ട് സൗണ്ട്. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ സംഘടകർ ചെയ്യും. ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നാൽ ആർക്കാണ് ജോലി നഷ്ടപ്പെടുക? ട്രാഫിക് പോലീസിന്. വെരി ഗുഡ്. പിന്നെ നിർത്തേണ്ടപ്പോൾ സംഘാടകർ പറയണം. നിർത്തൂല, മഴ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. യെസ്. പിന്നെ വേറെ ആർക്കാണ്? ട്രാഫിക് പോലീസിന് വേറെ ആർക്കാണ്? ഞാൻ ഒരു ക്ലൂ തരട്ടെ. 95% ഓഫ് ദ ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ ഹ്യൂമൻ എറേഴ്സ്. നമ്മുടെ റോഡിൽ നടക്കുന്ന 95% ആക്സിഡൻസ് ഉണ്ടാവാൻ കാരണം എന്താ? ഒന്നെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഡ്രൈവർ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു, അല്ലേ? അപ്പൊ ഡ്രൈവർലെസ് കാറുകൾ വരുമ്പോൾ ഈ ആക്സിഡന്റുകൾക്കൊക്കെ എന്ത് സംഭവിക്കും? ആക്സിഡന്റുകൾ 95% ആക്സിഡന്റുകൾ ഇല്ലാതാവും. വേറെ ആരുടെ ജോലിയാണ് നഷ്ടപ്പെടുക? ഡോക്ടേഴ്സ്. കാരണം ഹോസ്പിറ്റലിലെ എമർജൻസി കെയറിൽ എന്തുണ്ടാവില്ല? ആളുകളുടെ എണ്ണം കുറയും, അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന് എന്ത് ചെയ്യും? ഇത് ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വന്നാൽ ഡ്രൈവർമാരെ മാത്രമല്ല, ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫ്സിനൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്. വേറെ എന്തിനായിരിക്കും? ഒന്നുകൂടി ആലോചിക്കുക. ആംബുലൻസ് ഡ്രൈവേഴ്സ്. ഓക്കെ, ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, വേറെ നമ്മൾ ഒരു വണ്ടിക്ക് ആക്സിഡന്റ് പറ്റിയ ആദ്യം എന്താ ചെയ്യുക? ഒന്ന് പോലീസിൽ കേസ് കൊടുക്കും. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ ആരാ പൈസ കൊടുക്കുക? ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യും, അല്ലേ? ആക്സിഡൻസ് കുറഞ്ഞാൽ ഇൻഷുറൻസിന് എന്ത് സംഭവിക്കും? ഇൻഷുറൻസ് ഇത്രയധികം പ്രീമിയം നമ്മൾ അടക്കേണ്ടി വരുമോ? ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ 10,000-20,000 രൂപ ഇൻഷുറൻസ് അടക്കേണ്ടി വരുമോ? ഇല്ല. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനികളെ ബാധിക്കും, അല്ലേ? നമ്മൾ പല ആളുകളും നമ്മുടെ ജോലി സ്ഥലത്തിന് അടുത്ത് വീട് വെച്ച് താമസിക്കാനുള്ള കാരണം എന്താ? ഡ്രൈവ് ചെയ്യാൻ, യാത്ര ചെയ്യാൻ മടിയായിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പകരം നമുക്ക് ഡ്രൈവർലെസ് കാറുകൾ ഉപയോഗിക്കാം. ആളുകളുടെ താമസം, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ വീടുകൾ, ഫ്ലാറ്റുകളുടെ ഒക്കെ സ്വഭാവം, അതിൻ്റെയൊക്കെ രീതികൾ മാറും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. പുതിയ കാലമാണ്. നിങ്ങളെല്ലാവരും എന്താണ്? ജെൻ ആൽഫയിൽ പെട്ട ആൾക്കാരാണ്. ജെൻ ആൽഫയിലൊക്കെ പെട്ട ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പുതിയ കാലത്ത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരുമ്പോൾ ഡ്രൈവർമാർക്ക് ജോലി പോകുന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഡ്രൈവർമാർക്ക് മാത്രമാണോ ജോലി പോവുക? അല്ല. വേറെ ആർക്കൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിച്ചത്? ഡോക്ടർമാർക്ക്, അതേപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ളവർക്ക്, ട്രാഫിക് പോലീസുകാർക്ക്, അല്ലേ? അതേപോലെ തന്നെ എന്താ പറയുക, ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ എന്ത് ചെയ്യും? ഇതവരൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കേവലം ഒരു AI പോലത്തെ ഒരു ടെക്നോളജി വരുമ്പോൾ വെറും ഒരു ഓട്ടോമേഷൻ എന്നുള്ളതല്ല സംഭവിക്കാൻ. നേരെ മറിച്ച് നമ്മുടെ ലൈഫുകൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ ലൈഫുകൾ മാറും. എങ്ങനെ മാറുക?
നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് AI അല്ലെങ്കിൽ ഇത്തരം പുതിയ ടെക്നോളജികൾ? ഞാൻ കരിയർ എന്നുള്ളതിനെ എന്താ പറയുക, അതിനോട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഇത്തരം പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമ്മുടെ ലൈഫുകളെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള എന്തൊക്കെ ജോലികളെ അത് ബാധിക്കും? ഇപ്പം എൻ്റെ വൈഫ് ഡോക്ടറാണ്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിളാണ് അവളെ വെച്ചിട്ട്. അവൾ എടുത്തിട്ടുള്ളത് റേഡിയോളജി എന്ന് പറഞ്ഞ ഫീൽഡാണ്. എന്താ റേഡിയോളജി എന്ന് പറഞ്ഞാൽ? സ്കാൻ ചെയ്യുക, ഈ അൾട്രാസൗണ്ട് സ്കാൻ, അതേപോലെ തന്നെ എന്താ പറയുക MRI CT സ്കാനൊക്കെ ചെയ്യുക. ഈ ഒരു ഡോക്ടർ എങ്ങനെയാണ് ഈ MRI സ്കാനും CT സ്കാനൊക്കെ പഠിക്കുന്നത്? എങ്ങനെയാണ്? അവർക്ക് എൻട്രൻസ് എഴുതിയിട്ട് അവർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും അല്ലേ? എന്നിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു 3 വർഷം അവർ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ അവർ കാണും, ശരിയല്ലേ? ഈ 10,000-കണക്കിന് കേസുകൾ കണ്ടിട്ടാണ് പഠിക്കുക. എന്നാൽ ഒരു AI വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മെഷീന് ചിലപ്പോൾ 1 മാസം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? 1 മാസം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ എഞ്ചിനീയേഴ്സ് സാധാരണ നമ്മൾ പറയും പ്രോഗ്രാമിംഗ് പഠിക്കണം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++, പൈത്തൺ ഒക്കെ പഠിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടോ അവിടെ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഏത് ക്ലാസ്സിലാടാ? അത് പറയില്ല, അവൻ എഞ്ചിനീയറിംഗ് B.Tech. പിന്നെ അപ്പോൾ കോഡിങ് പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ കോഡ് എഴുതാൻ ഇന്ന് മനുഷ്യന്മാർ ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് ആരൊക്കെ കോഡ് എഴുതും? ആരൊക്കെ എഴുതും കോഡ്? AI നിങ്ങൾക്ക് എന്തൊക്കെ AI മോഡൽസ് അറിയാം കോഡ് എഴുതുന്ന, പ്രോഗ്രാംസ് എഴുതുന്ന? ChatGPT എന്ന് കേട്ടിട്ടുണ്ടോ? ChatGPT എഴുതും, ക്ലോഡ് ഉണ്ട്, അതേപോലെ തന്നെ DeepSeek ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, പ്രോഗ്രാമുകൾ എഴുതും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് സംസാരിച്ചു അല്ലേ? ഒരു അഡ്വക്കേറ്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? കോടതി പോയിട്ട് വാദിക്കണം. കോടതി പോയി വാദിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് മൂപ്പര് ചെയ്യുക? പണ്ടത്തെ കോടതി വിധികളൊക്കെ എടുത്ത് വായിച്ചു നോക്കും, അനലൈസ് ചെയ്യും അല്ലേ? ഒരുപാട് നിയമ പുസ്തകങ്ങളിലൂടെ പോവേണ്ടി വരും. നമ്മൾ ഈ കോടതി റിലേറ്റഡ് ആയിട്ടുള്ള രേഖകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഭവം എന്താ? ഒരുപാട് രേഖകളുണ്ട് അല്ലേ? ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. 1950 മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കോടതി വിധികളും മറ്റൊക്കെ ഇവർ പരിശോധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യമില്ല. അത് ഒരു ChatGPTക്ക്, ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിന് കൊടുത്താൽ മതി, അവരിതൊക്കെ ചെയ്യും. അതായത് മനുഷ്യന്റെ ജോലി എന്നുള്ളത് കുറെ എഫിഷ്യൻ്റ് ആവും, പ്രൊഡക്റ്റീവ് ആവും. മനുഷ്യൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവും, പ്രൊഡക്റ്റീവ് ആവും. വളരെ റൂട്ടീനായിട്ട്, വളരെ മുണ്ടേനായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ജോലികൾ എന്ത് ചെയ്യും? ഇല്ലാതാവും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലറിക്കൽ ജോബ്, ഒരാൾ ഇരുന്നൊരു ഫയൽ നോക്കുന്നു, അങ്ങനത്തെ ഒരു ജോബ് ഒരു 10 വർഷത്തിനപ്പുറം ഉണ്ടാവില്ല അല്ലേ? ഒരാൾ വളരെ ഒരു റൂൾസിനനുസരിച്ച് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, ഒരു 15 വർഷത്തിനപ്പുറം നമുക്ക് പലപ്പോഴും കുറച്ച് ഡ്രൈവർമാരെ ആവശ്യം ഉണ്ടാവുള്ളൂ, കൂടുതൽ ആളുകൾ ഡ്രൈവ് ചെയ്യേണ്ടി വരില്ല, കാറുകളൊക്കെ സ്വയം ഡ്രൈവ് ചെയ്യും. അതായത് വാട്ട് എവർ ക്യാൻ ബി റിപ്പീറ്റഡ്, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. നമുക്ക് റിപ്പീറ്റ് ചെയ്ത്, മനുഷ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ, അത് എഞ്ചിനീയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ മെഡിസിൻ ആവട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി. അപ്പോൾ അക്കൗണ്ടൻസിയിൽ എന്താ? നമ്മൾ ഇത്ര രൂപ വന്നു, ഇത്ര രൂപ പോയി, ഇത്ര രൂപ ചിലവാക്കി കാര്യങ്ങളൊക്കെ എഴുതിയേക്കും അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. ഇതൊക്കെ മെഷീൻസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതൊക്കെ AI പോലത്തെ സിസ്റ്റംസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ജോലി ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ? സാധാരണ എന്നോട് എല്ലാവരും ചോദിക്കാറുള്ളത് ഏത് ജോലിക്കാണ് സ്കോപ്പ് ഉള്ളത് എന്നാണ് ചോദിക്കാറുള്ളത്. ആർക്കാണ് ജോലി ഉണ്ടാവുക? എന്തിനാണ് സ്കോപ്പ് ഉള്ളത്? എന്താ തോന്നുന്നത്? ഡോക്ടറായിട്ട് കാര്യമുണ്ടോ? ഇല്ല. എഞ്ചിനീയർ ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അക്കൗണ്ടന്റ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലോയർ ആയിട്ട് ഇല്ല. ക്ലാസ് പിരിച്ചുവിട്ടിരിക്കുന്നു. കരിയർ ഗൈഡൻസ് തീർന്നു, കരിയർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇവിടെയാണ് പ്രോബ്ലി നേരത്തെ അനീസ് സാർ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ മേ ബി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ അസ്യൂം ചെയ്യണത്. ഇവിടെയാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, അതായത് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കും. ആ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ ആർക്ക് പറ്റും? ഒരു മെഷീന് പറ്റും അല്ലേ? എന്നാൽ അത് എംപതി എന്നുള്ള ആ ഒരു സ്കില്ലോട് കൂടിയിട്ട്, എംപതി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ക്യാൻസർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത്, റൈറ്റ്, പുട്ടിങ് യുവർ സെൽഫ് ഇൻ അതേഴ്സ് ഷൂ, അതിനെയാണ് നമ്മൾ എംപതി എന്ന് വിളിക്കുക അല്ലേ? അങ്ങനെ പുട്ടിങ് ചെയ്ത് നമ്മൾ പറയുന്ന, റൈറ്റ്, നമുക്ക് ഒരു രോഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആർക്കേ പറ്റുള്ളൂ? വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർക്കേ പറ്റുള്ളൂ അല്ലേ? ഒരു നിയമപുസ്തകങ്ങളിലൂടെ കടന്നു പോവാൻ ഒരു LLMന് സാധിക്കും. എന്നാൽ 2 ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നെഗോഷിയേഷൻസ് നടത്താൻ, മീഡിയേഷൻ നടത്താൻ ആർക്കേ പറ്റുള്ളൂ? ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ പറ്റുള്ളൂ അല്ലേ? അതേപോലെ തന്നെ കോഡ് എഴുതാൻ ഇതേപോലത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് പറ്റും. എന്നാൽ ഒരു വലിയൊരു പ്രോബ്ലം, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതിൽ ഇടപെടുന്ന മനുഷ്യരെ കൂടി പരിഗണിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ ആർക്കേ സാധിക്കുള്ളൂ?
ഒരു വിദഗ്ധനായിട്ടുള്ള എഞ്ചിനീയർക്കേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ജോബ്സിനൊക്കെ സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, മറ്റെല്ലാ എന്തോ ആവട്ടെ, അതിനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല എക്സ്ട്രീം സ്കിൽ സെറ്റ് വേണം. അതായത് ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക്, അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർക്ക്, ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിന് സ്ഥാനമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി അറിയണം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ടു ദ എന്താ മൈന്യൂട്ട് പോയിന്റ്സ് നിങ്ങൾ അറിയണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് സ്കിൽസ് വേണം. എന്താ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ? ഈ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്മാരുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, അല്ലേ? നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വക്കീൽ എന്നുള്ളത് രണ്ട് ആളുകളുടെ പ്രശ്നങ്ങൾ തമ്മിൽ മീഡിയേറ്റ് ചെയ്യേണ്ട ആളാണ്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല എമ്പതി ഉണ്ടാവേണ്ട ഒരാളാണ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ ഇനി മുതൽ AI സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കുട്ടിയെ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ ഒരു നല്ല മെന്റർ ആയിട്ടുള്ള, ഒരു നല്ല ഗൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചറെ വേണ്ടി വരും, അല്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത് മനുഷ്യന് മാത്രമായിട്ടുള്ള ചില കഴിവുകളെങ്കിലും ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? മെഷീൻസിന് പറ്റിയിട്ടില്ല. അത് മേ ബി റീപ്ലേസ് ചെയ്യോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. മേ ബി 10, 15, 20, 25 വർഷങ്ങൾക്കപ്പുറം റീപ്ലേസ് ചെയ്യുമായിരിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ AI കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്നത് ANI എന്നാണ്. ANI അതെന്താ? ആർട്ടിഫിഷ്യൽ. N സ്റ്റാൻഡ്സ് ഫോർ എന്താ അറിയോ? N സ്റ്റാൻഡ്സ് ഫോർ നാരോ. ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്. ഇപ്പോഴും മെഷീന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, പക്ഷെ അത് വളരെ നാരോ ആയിട്ടുള്ള ചില ഏരിയാസിലാണ്. നെക്സ്റ്റ് ഇനിയൊരു വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് AGI എന്നാണ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ടാസ്കുകളും ഒരു മെഷീന് ചെയ്യാവുന്ന ഒരു കാലഘട്ടം. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നു, എന്നെത്തുന്നൊന്നും നമുക്കറിയില്ല. അതും കഴിഞ്ഞിട്ട് ചില ആളുകളൊക്കെ പറയുന്നത് ASI വരുന്നതാണ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. ഒരു പക്ഷേ മനുഷ്യരെക്കാളും അടിപൊളിയായിട്ട് പല കാര്യങ്ങളും മെഷീന് ചെയ്യാൻ പറ്റുന്ന, മേ ബി നമ്മളൊക്കെ ഈ മെഷീൻസിന്റെ അടിമകളായി മാറുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സയൻസ് ഫിക്ഷൻ നോവലുകളിലും സിനിമകളിലൊക്കെ കാണുന്നൊരു കാര്യം വരുമോന്നൊന്നും അറിയില്ല, പഠിച്ചോനറിയാം. ഓക്കെ, പക്ഷെ എന്തൊക്കെയായാലും ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ, നാരോ ആയിട്ടുള്ള കാര്യങ്ങളെ മെഷീൻസിന് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് സ്കിൽസ് ഉണ്ടോ? നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടോ? നിങ്ങൾക്ക് ആളുകളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ജോലി ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലടക്കം ഞങ്ങളൊരു 150 ആളുകളുടെ മേലെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ 150-ലധികം ആൾക്കാർ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇപ്പോഴും ഒരുപാട് പോസ്റ്റുകൾ ഓപ്പൺ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉള്ള ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആവശ്യമുള്ള സ്കിൽസ് ഉള്ള ആളെ കിട്ടുന്നില്ല. ഞാൻ നാളെ ഒരു ജോബ് ഓപ്പണിങ് ഞാൻ പോസ്റ്റ് ചെയ്തു, മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ എനിക്ക് മെയിൽ അയച്ചു, ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു. ഐ ആം ഇൻട്രസ്റ്റഡ്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ആളെ പേരില്ല, ഫോൺ നമ്പർ ഇല്ല, മെയിൽ ID മാത്രമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ്, ഇത് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു, ഡു യു ഹാവ് എ ബയോഡേറ്റ എന്ന് ഞാൻ തിരിച്ച് മെയിൽ അയച്ചു. വേറെ ഒന്നും മെസ്സേജ് അയക്കാൻ ഫോൺ നമ്പർ ഒന്നും തന്നിട്ടില്ലല്ലോ. ഡു യു ഹാവ് എ ബയോഡേറ്റ. അപ്പോൾ അയാൾ തിരിച്ച് മെസ്സേജ് അയച്ചു, യെസ്. വേറെ ഒന്നുമില്ല, ബയോഡേറ്റ ഒന്നും കൂടെ ഇല്ല. ബയോഡേറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇനി ബയോഡേറ്റ അയച്ചുതരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, മൂപ്പര് അയച്ചുതരായിരിക്കും. അതായത് അയാൾക്ക് ആ ജോലി വേണ്ടെന്ന് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ? അയാൾക്ക് ആ ജോലിനെ കുറിച്ച് ആത്മാർത്ഥമായ ആഗ്രഹം ഇതൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റും ഒരുപാട് എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജോലികളുണ്ട്. നിങ്ങളെല്ലാവരും സ്മാർട്ടായാൽ, നിങ്ങളെല്ലാവരും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരായാൽ, നിങ്ങൾ ഇതിനോടൊക്കെ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, പക്ഷെ അതിന് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. അതോടൊപ്പം നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ പറയാറുള്ളത് 4 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തു എന്നുള്ളത് കൊണ്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ആ കരിയറിനെ ചൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ BCom എടുത്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ടൻ്റ് ആവണമെന്നില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് BTech എടുത്തുകൊണ്ട് നിങ്ങൾ എഞ്ചിനീയർ ആവണമെന്നില്ല. ഇപ്പം ഞാനൊക്കെ കുറച്ച് കാലം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തപ്പോൾ അത് നിർത്തി, അല്ലേ? അതായത് നിങ്ങൾ MBBS എടുത്തുകൊണ്ട് ഡോക്ടർ ആവണമെന്നില്ല. അതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ മാറാവുന്ന കാര്യങ്ങളാണ്. ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. 4 കാര്യങ്ങൾ. ഒന്നാമത്തത് പാഷൻ. എന്താ പാഷൻ എന്ന് പറഞ്ഞാൽ?
എന്താ പാഷൻ? പാഷൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ എല്ലാപ്പോഴും പറയുന്ന കാര്യമില്ല പാഷൻ. എന്താ പാഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങൾ കേട്ടില്ലേ പാഷൻ എന്നുള്ള? എല്ലാവരും പാഷനെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് പാഷൻ? എന്താണ് പാഷൻ? ആരുമില്ല ഇവിടെ പറയാൻ? നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളെയാണ് എന്ത് വിളിക്കുക? നമ്മൾ പാഷൻ എന്ന് വിളിക്കുക. അല്ലെ? ഞങ്ങൾക്കൊരു ഒരു 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 സിറ്റുവേഷൻ അസ്യൂം ചെയ്യാം. ഇന്ന് രാത്രി 12 മണി, നിങ്ങളെല്ലാവരും സുഖത്തിൽ കിടന്നുറങ്ങാണ്. റൂമിൽ AC അല്ലെങ്കിൽ ഇപ്പോൾ നന്നായി മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പത്ത് ഇങ്ങനെ പൊതിച്ച് മൂടി കിടന്നുറങ്ങാണ്. ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചോണത്തി ഞങ്ങളെ റെസ്പോൺസ് എന്തായിരിക്കും? പൊയ്ക്കോടുന്ന് പറയും. അതന്നെ. പിന്നെ ചീത്ത പറയും, നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലേ? ചില ആൾക്കാർ തിരിച്ചു ഉറങ്ങാൻ പോവും. ഓക്കെ, പോയി പണി വെക്കുക എന്ന് പറയും. അതന്നെ, വെരി ഗുഡ്. അങ്ങനെ തന്നെ പറയണം. ഞാൻ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയത്. ഞങ്ങൾ വിളിച്ചോണ്ടിരി ഞാൻ പറയാണ്, ഇപ്പം നമ്മൾ കാറെടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോയി, നമ്മൾ നാട് കാണി ചുരക്കെ കയറി ഇങ്ങനെ പോയാൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ ഊട്ടിയിലാ കോടമഞ്ഞിൽ ഇങ്ങനെ എത്താൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ റെഡിയാണ്? എത്ര ആൾക്കാർ റെഡിയാണ്? പോയിക്കണ്. അപ്പം ഇനി ചീത്ത അറിയില്ലല്ലോ? ഇല്ല, ചീത്ത പറഞ്ഞ് നിർത്തി. എത്ര ആൾക്കാർ റെഡിയാണ്? പോട്ടെ. ബിക്കോസ് ട്രാവലിംഗ് ഈസ് യുവർ പാഷൻ. ഓക്കെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോട്ടക്കൽ അങ്ങാടി പോയാൽ ഇപ്പം ദമ്മ് പൊട്ടിച്ച ബിരിയാണി ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഫലൂദ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ റെഡിയാണ്? നന്നായി കൈവെക്കുക. എത്ര ആൾക്കാർ റെഡിയാണ്? എത്ര ആൾക്കാർ റെഡിയാണ്? ബിക്കോസ് ഹാവിങ് ഫുഡ് ഈസ് യുവർ പാഷൻ. ഇതൊക്കെ പറഞ്ഞാലും ഞാനും ഉറങ്ങാണെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? ബിക്കോസ് സ്ലീപ്പിംഗ് ഈസ് യുവർ പാഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരുത്തർ രാത്രി 12 മണിക്കും നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തൊരു കാര്യത്തെയാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിൽ ഇരുന്ന് എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇരുന്ന് മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? യാത്രകൾ പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങളുടെ പാഷനാണ്. എന്നാൽ പാഷൻ മാത്രം നമുക്ക് കരിയറാക്കാൻ പറ്റുമോ? അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പ്രൊഫഷൻ. എന്താ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഫഷൻ മീൻസ് വാട്ട് യു ആർ ആക്ച്വലി ഗുഡ് അറ്റ്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാത്രി എനിക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു എന്താ പറയുക, ഒരു 20s എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫുട്ബോൾ കളിക്കാൻ. ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഹോസ്റ്റലിൽ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ട് ഉണ്ട്. രാത്രി 2 മണിക്കൊക്കെ ഇതേപോലത്തെ ഗ്രൗണ്ട് ഹോസ്റ്റലിൻ്റെ ഉള്ളിലുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. ഓക്കെ. ബിക്കോസ് ദാറ്റ് വാസ് മൈ പാഷൻ. എസ്പെഷ്യലി വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഫുട്ബോൾ കളിക്കും. ബിക്കോസ് ഇറ്റ് വാസ് മൈ പാഷൻ. ഓക്കെ. പക്ഷേ എനിക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എനിക്കൊരു കരിയർ ആക്കാൻ പറ്റുമോ? ഇല്ലേ. അതെന്തുകൊണ്ടാ? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, നിങ്ങളെല്ലാവരും പല ആൾക്കാരും ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടാവും. ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കളിക്കുന്നതാണ്. നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും നിങ്ങൾ മെസ്സിയാണ് റൊണാൾഡോ ആണെന്ന്. പക്ഷേ ശരിയല്ല, അങ്ങനല്ല. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനല്ല അല്ലേ? അപ്പോൾ കാരണം എന്തായാലും നമുക്ക് കളിക്കാറില്ല, നമ്മൾ രസത്തിന് കളിക്കുകയാണ് അല്ലേ? നമ്മൾ ചില രസത്തിന് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നും പിടിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മളെ കരിയർ ആക്കാൻ പറ്റൂല അല്ലേ? നിങ്ങൾ നല്ലൊരു ഫുട്ബോളർ ആവണം, ക്രിക്കറ്റർ ആവണം, ഒരു IPL കളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എത്രത്തോളം സ്കില്ല് വേണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് രണ്ടാമത്തെ കാര്യം പ്രസക്തമാവുന്നത്. വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ഈസ് യുവർ സ്കിൽ സെറ്റ്, വാട്ട്സ് യുവർ പ്രൊഫഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അവിടെയാണ്. റൈറ്റ്? എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ? അതെങ്ങനെ കണ്ടെത്തുക? നിങ്ങളുടെ സ്കിൽസ് എങ്ങനെ കണ്ടെത്തുക? നിങ്ങളൊന്നുമില്ല, നിങ്ങൾ LKG മുതൽ ഇന്നത്തെ കാലം വരെ നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെറുതെ ഒന്ന് എടുത്ത് നോക്കുക. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലേ? പാട്ടിൽ ഫസ്റ്റ്, അതേപോലെ മദ്രസയിൽ ഇന്ന പരിപാടിക്ക് ഫസ്റ്റ്, എഴുത്തിൽ 3rd, അതേപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലേ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഏതെങ്കിലും സബ്ജക്റ്റിൽ മോശമായിരിക്കും, പക്ഷേ സ്കൂളിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇത് അവിടെ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓർഗനൈസ് ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഇങ്ങനെ ഒരു വേദി കിട്ടിയാൽ കയറി പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും, സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ബിക്കോസ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. നിങ്ങളുടെ സ്കില്ല്, ഈ പറഞ്ഞ സ്കില്ല് എന്നുള്ളതിൽ നിങ്ങളുടെ ഒരു ഹാർഡ് സ്കിൽസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ഉൾപ്പെടും. നിങ്ങൾക്ക് നന്നായിട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആളുകളെ ലീഡ് ചെയ്യാൻ പറ്റുമോ അല്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവിടെ എന്താണ് ഒരു ക്രൈസിസ് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഇപ്പോൾ നിങ്ങളൊരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ലീഡർഷിപ്പിൽ എപ്പോഴും എന്താണ് അവിടെ ഒരു നമ്മൾ സോൾവ് ചെയ്യേണ്ട കുറേ ക്രൈസിസുകൾ വരും അല്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പരിപാടി വിളിച്ചു, നിങ്ങളിങ്ങനെ ഒരു പരിപാടി ഒരു 2 മാസം കഴിഞ്ഞിട്ട് വേറെ പരിപാടി എടുത്താൽ ആളില്ല, ആരും വന്നിട്ടില്ല. അപ്പോൾ ആൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്കില്ലാണ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആൾ കൂടിപ്പോയി, ആൾ കൂടിയാൽ അവിടെ എല്ലാവർക്കും ഫുഡ് എത്തുന്നില്ല, ആ ക്രൈസിസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. ഇത്തരത്തിലുള്ള എത്രത്തോളം സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ട്, ഹാർഡ് സ്കിൽ ആസ് വെൽ ആസ് സോഫ്റ്റ് സ്കിൽസ്, ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വേറെ ആർക്കും കഴിയൂല. ആർക്കേ പറ്റുള്ളൂ? നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ
ഡെയിലി ഒരു 30-40 മെസ്സേജ് ഉണ്ടാവും. സാർ, എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ മാർക്കുണ്ട്, ഞാൻ ഏത് കോഴ്സിന് പോകണം? ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ അവൻ അല്ലെങ്കിൽ അവളെ ഏത് കോഴ്സിന് പോകണം എന്നുള്ളത്? അവൾ എന്തിലാണ് അല്ലെങ്കിൽ അവൻ എന്തിലാണ് സ്കിൽഡ് എന്നുള്ളത് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചതുകൊണ്ട് ഈ മെഡിസിന് പോയിക്കോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഒരു ഫിസിയോതെറാപ്പിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ? ഇതാരാ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഇത് ബേസിക്കലി നിങ്ങൾ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. യെസ്, എന്താണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതെന്താണ്? ഇഞ്ഞ് കേറുന്നോളി.